ഇപ്പോൾ ലഭിച്ച ഒരു അപകട വാർത്തയിലേക്ക് പോകുന്നു. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ 5ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുഞ്ഞിനെ കൊട്ടക്കല്ലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. യൂനുസ്, വലിയ അപകടമാണോ? പരിക്കുകൾ ഗുരുതരമാണോ? എന്താണ് സംഭവിച്ചത്? ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. ഈ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന കല്യാണ വാഹനമാണ് മറിഞ്ഞത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം. 40ഓളം പേർ ഈ വാഹനത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്നു. ഇതിൽ 5 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഒരു കുഞ്ഞുൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ പരിക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിക്കുകയാണ്. ഇപ്പൊ പോലീസും അതോടെ കുറ്റിപ്പുറം പോലീസും തിരൂർ ഫയർഫോഴ്സും സന്നദ്ധ സംഘങ്ങൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പൊ നിലവിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ ആ അപകടത്തിന്റെ ഒരു വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുഴുവൻ ആളുകളെയും, ബസ്സിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ലേ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? നിലവിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കാരണം 5 പേർക്ക് പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുന്ന ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും, തിരുവനന്തപുരം ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ഉൾപ്പെടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് വ്യക്തമല്ല. കാരണം ഒരു കാറും കൂട്ടിയിടിച്ചതാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു കിടക്കുന്നത് കാണാം. കാര്യമായി തകർന്ന് സമീപത്ത് തന്നെ ഒരു കാറും കാണാം. അങ്ങനെയെങ്കിൽ ഈ കാറിന് ഇടിച്ചതിന് ശേഷമാണ് ബസ് മറിഞ്ഞത് എന്ന് വ്യക്തമല്ല. അപകടത്തിന്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. അല്പസമയം മുമ്പാണ് അപകടം സംഭവിച്ചത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. സമീപത്തെ ആശുപത്രികളിലേക്കാണ് ഇപ്പോൾ പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. ആ ബസ്സിനകത്തെ യാത്രക്കാരെ പൂർണ്ണമായും ഈ ഘട്ടത്തിൽ മാറ്റിയിട്ടില്ല എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നാലും വലിയൊരു അപകടമാണോ സംഭവിച്ചത് എന്നതിൽ ഇനിയും വിവരങ്ങൾ വരണം. ഒപ്പം പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് എന്നതും കൂടി അറിയേണ്ടതാണ്. ഒരു കുഞ്ഞുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 പേരുടെ പരിക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം ഈ സമയവും തുടരുന്നു. കുറ്റിപ്പുറത്താണ് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. കാര്യമായ തകർച്ചയോടുകൂടി ഒരു കാറും കാണാം. ആ കാറിനകത്തുണ്ടായിരുന്ന ആളുകൾക്കും പരിക്കേറ്റിട്ടോ എന്നുകൂടി അറിയണം. യൂനുസ് അഹമ്മദ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. യൂനുസ്, ആംബുലൻസിന്റെ ശബ്ദങ്ങൾ കേൾക്കാം. ഇപ്പോൾ കുറ്റിപ്പുറം നഗരത്തോട് ചേർന്ന് തന്നെയാണ് അപകടം ഉണ്ടായതെന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമായിട്ടുണ്ടാകും. എങ്കിൽ കൂടിയും നമുക്ക് സമീപത്തുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണ്, എവിടേക്കൊക്കെയാണ് ആളുകളെ എത്തിച്ചിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? ഇതിന് സമീപത്ത് കോട്ടക്കൽ മിംസ് ആശുപത്രിയാണ് തൊട്ട് സമീപത്തുള്ളത്. അവിടേക്കാണ് ഇപ്പൊ 5 പേരെ പരിക്കേറ്റ 5 പേരെ, കുഞ്ഞുൾപ്പെടെ 5 പേരെ ഇപ്പൊ ആ മിംസ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. കാരണം ആ അപകടം പറ്റിയ ഉടൻ തന്നെ, സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി. അതോടൊപ്പം ഉടൻ തന്നെ പോലീസും എത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഏതായാലും ഇപ്പൊ 5 പേരാണ് നിലവിൽ പരിക്കേറ്റത് എന്നാണ് നമ്മൾ അറിയുന്നത്. ബാക്കിയുള്ള കാര്യം നമുക്ക് റിപ്പോർട്ട് ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തിരൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും എത്തിയിട്ടുണ്ട്. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഏതായാലും എന്താണ് ഇതിന്റെ ഒരു അപകടത്തിന് കാരണമെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. കാറുമായി കൂട്ടിയിടിച്ചതാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് നമുക്കുള്ളത്. ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നാട്ടിൽ കൂടുതൽ പോലീസ് സംഘങ്ങളും ഫയർഫോഴ്സും ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകളും പോലീസും ഒക്കെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തുടക്കത്തിൽ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊട്ടക്കലിലെ ആശുപത്രികളിലേക്ക് അടക്കമാണ് പരിക്കേറ്റവരെ എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു അപകടം കുറ്റിപ്പുറത്ത് ടൗണിനോട് ചേർന്ന് ദേശീയപാതയിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന ടൂറിസ്റ്റ് ബസ് കാണാം. സമീപത്ത് തകർന്നു കിടക്കുന്ന ഒരു കാറും കാണാം. ഇങ്ങനെയാണ് അപകടം സംഭവിച്ചെന്നറിയില്ല. രാവിലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ മഴയുണ്ട്. മഴയത്ത് തെന്നിയതാണോ അല്ലെങ്കിൽ ഈ ബസ് നിയന്ത്രണം വിട്ടതാണോ, കാറിന് ഇടിച്ചാണോ അപകടം ഉണ്ടായത് എന്ന കാര്യങ്ങളിലൊക്കെ ഇനി വ്യക്തത വന്നേ പറ്റൂ. അല്പസമയം മുമ്പാണ് അപകടം സംഭവിച്ചത്. ബസ്സിലുള്ള ആളുകളെ പൂർണ്ണമായും ഇപ്പോഴും നീക്കാനായിട്ടില്ല എന്നാണ് കരുതുന്നത്. രക്ഷാപ്രവർത്തന ഘട്ടത്തിലും തുടരുകയാണ്. ആളുകൾ അവിടെ കാര്യമായി ഓടിക്കൂടിയിട്ടുണ്ട്.
തുടക്കത്തിൽ സ്വാഭാവികമായും എല്ലായിടങ്ങളിലെയും പോലെ രക്ഷാപ്രവർത്തനം നടത്തിയത് നാട്ടുകാർ തന്നെയാണ്. പിന്നാലെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ വന്നു, പോലീസ് എത്തി. ഇപ്പോൾ ആളുകളെ പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ 5 പേരുടെ പരിക്ക് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിലൊരു കുഞ്ഞുണ്ട്. ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർ ആരാണ്, ഇങ്ങോട്ടേക്ക് പോയിരുന്നവരാണ്, വിവാഹ ചടങ്ങുകൾക്കായി പോയിരുന്നവരാണോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളാണോ എന്ന കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരണം. കാറിലുള്ളവർ ആരായിരുന്നു, ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതാണ്. ജസ്റ്റ് അല്പസമയം മുമ്പ് മാത്രം സംഭവിച്ചൊരു അപകടമാണ്.